നിങ്ങൾക്ക് ഇതുപോലെയുള്ള പ്രശ്നങ്ങളാണ്. അതുപോലെ കയറ്റങ്ങൾ കയറുന്ന സമയത്ത് ഗിയർ മാറുന്ന പ്രശ്നങ്ങൾ, വണ്ടി ഓഫായി പോകുന്നു. അതുപോലെ തന്നെ ഇങ്ങനെയുള്ള ചെങ്കോട്ടി, അരുവിക്കോട്, എടരിക്കോട്, പിന്നെ ഏതാ ജില്ല? മലപ്പുറം ജില്ല എടരിക്കോട് എന്ന് പറഞ്ഞ സ്ഥലത്താണ്. നിങ്ങൾക്ക് ഇതുപോലുള്ള പ്രശ്നങ്ങളാണ്, ഒരു വണ്ടി ഇതുപോലെ ഓഫായി പോകും, എന്താണ് ചെയ്യേണ്ടത് നിർത്തിയതില്ല. അതുപോലെ തന്നെ വലിയ വണ്ടികൾ കാണുമ്പോഴേ കയറ്റത്തോടെ വണ്ടി നിർത്തി എടുക്കാനുള്ള പ്രശ്നങ്ങളാണ്. നിങ്ങൾക്കും ഇതുപോലെ വീഡിയോസ് ഒക്കെ കാണുമ്പോൾ നല്ലൊരു കോൺഫിഡൻസ് ഉണ്ടെങ്കിലും ഇതുപോലുള്ള പ്രശ്നങ്ങളാണ്. വണ്ടി മുന്നേ കിടക്കുന്ന സമയത്തൊക്കെ, വണ്ടി എടുക്കുമ്പോൾ ക്ലച്ച് എടുക്കുന്ന സമയത്തെല്ലാം ഓഫായി പോകുന്നു. നിങ്ങൾക്കും വാഹനം ഓടിക്കണമെന്ന് അധികം ആഗ്രഹമാണ്. അങ്ങനെയുള്ളവരാണെങ്കിൽ എന്നെ കോൺടാക്ട് ചെയ്താൽ നിങ്ങൾ കേരളത്തിന്റെ ഏത് ജില്ലയിലായിരുന്നാലും നിങ്ങളുടെ സ്വന്തം വാഹനത്തിൽ വന്ന് ഞാൻ പ്രാക്ടീസ് നൽകുന്നുണ്ട്. നിങ്ങൾക്ക് ആഗ്രഹം ഉണ്ടെങ്കിൽ എന്റെ വാട്സപ്പ് നമ്പറിൽ ബന്ധപ്പെടാം. ഇതൊരു വൺ ഡേ ട്രെയിനിങ് ക്ലാസ് ആണ്. ഈ ഒരു ക്ലാസ് നിങ്ങൾ അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞാൽ വരുന്ന ദിവസം മുതൽ നിങ്ങൾ തനിയെ വാഹനം ഓടിക്കുവാനുള്ള ട്രിക്കുകളും ടിപ്സുകളുമാണ് ഞാൻ ഈ ഒരു ക്ലാസ്സിൽ പറഞ്ഞു തരുന്നത്. ഞാൻ ഉറപ്പ് തരുന്നു, ഗ്യാരണ്ടി തരുന്നു. നിങ്ങൾ ഈ ഒരു ക്ലാസ് അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞാൽ വരുന്ന ദിവസം മുതൽ നിങ്ങൾ തനിയെ വാഹനം ഓടിച്ചിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് വാഹനം ഓടിക്കണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ എന്നെ കോൺടാക്ട് ചെയ്യാം. അപ്പോൾ പലരും പറഞ്ഞ് നമ്മളെ മടിപ്പിക്കാറുണ്ട്, ഈ ഒരു പ്രായത്തിൽ പറ്റില്ല, ലൈസൻസ് 1-2 പ്രാക്ടീസിന് പോയാലോ പ്രായം കൊണ്ടായിരിക്കും നിർത്തിക്കോ എന്ന് പറഞ്ഞ് മടിപ്പിക്കാറുണ്ട്. ഞാൻ പറയുന്നത്, നമുക്ക് ഡ്രൈവിംഗിൽ ഒരു പ്രായം ഒരു പ്രശ്നമല്ല. നമ്മുടെ ചുറ്റിനും നോക്കിയാൽ തന്നെ അറിയാം 70-75 വയസ്സുള്ള അപ്പച്ചന്മാരും അമ്മച്ചിമാരും പോലും വാഹനം ഓടിക്കുന്നത്. അപ്പൊ നമുക്ക് എന്തുകൊണ്ട് ഓടിച്ചുകൂടാ? അപ്പൊ നിങ്ങൾക്ക് വാഹനം ഓടിക്കണമെന്ന് ആഗ്രഹമുണ്ടോ? എന്റെ ജില്ല ഏതാണ് കരുതണ്ട, നിങ്ങളുടെ സ്വന്തം വാഹനത്തിൽ വന്ന് ഞാൻ പ്രാക്ടീസ് നിങ്ങൾക്ക് ആഗ്രഹം ഉണ്ടെങ്കിൽ എന്നെ കോൺടാക്ട് ചെയ്യാം. അപ്പൊ ഇതുപോലുള്ള ജംഗ്ഷനുകൾ വരുമ്പോൾ, അതായത് ഇങ്ങനെ മെയിൻ റോഡുകളിൽ ഇങ്ങനെ ജംഗ്ഷനുകൾ വരുമ്പോൾ രണ്ട് സൈഡിലും വണ്ടികൾ വരുമ്പോൾ എന്താണ് ശ്രദ്ധിക്കണമെന്ന് കൃത്യമായിട്ട് അറിയത്തില്ല. അപ്പൊ നമ്മൾ ഈ സൈഡിൽ ആദ്യം നോക്കി അവിടെ എല്ലാം വണ്ടി, ഈ സൈഡിലും വണ്ടി ഇല്ലാന്ന് കണ്ടു കഴിഞ്ഞാൽ എന്ത് ചെയ്യണം? നമുക്ക് പോകേണ്ടിടത്തോട് നോക്കണം. നമ്മൾ പോകേണ്ടിടത്തോട് നോക്കുന്ന സമയത്ത് ഒരു കാരണവശാലും നമ്മൾ എന്ത് ചെയ്യരുത്? സെന്ററിലേക്ക് പോകരുത്. നമ്മൾ ഈ മിററിൽ നോക്കി എന്ത് ചെയ്യാവും? പിടിക്കാവും. അപ്പൊ നമ്മൾ മിററിൽ നോക്കിയിട്ട് എന്ത് ചെയ്യണം? ഒന്ന് ഈ സൈഡിൽ തന്നെ ചേരണം, അല്ലെന്നുണ്ടെങ്കിൽ വണ്ടി ഇല്ലെങ്കിൽ അല്ലെങ്കിൽ ആ സൈഡിൽ തന്നെ ചേർന്ന് പോകണം. കാരണം ഇപ്പൊ 4 ലൈൻ പാതയാണ്. അപ്പൊ ഈ ഇവിടെ 2 അവിടെ 2. അപ്പൊ നമ്മൾ ഏതെങ്കിലും ഒരു സൈഡിലേക്കായിരിക്കണം വണ്ടി കൊണ്ട് പോകാൻ. അല്ല നമ്മളിപ്പോ അവിടുന്ന് റോഡിൽ നിന്ന് കയറി വരുന്ന സമയത്ത് എന്ത് ചെയ്യരുത്? നിങ്ങൾ സെന്ററിലേക്ക് മാത്രം നോക്കി അങ്ങോട്ടും ഇങ്ങോട്ടും പോയിട്ട് ഈ സെന്ററിൽ നിൽക്കുന്നുണ്ട് മിററിൽ നോക്കാൻ എന്ത് ചെയ്യരുത്? നിങ്ങൾ ലെഫ്റ്റിലോട്ടോ റൈറ്റിലോട്ടോ പിടിക്കരുത്. അപ്പോൾ നമ്മൾ ലെഫ്റ്റ് സൈഡിൽ കൂടെ വണ്ടി വരാം, റൈറ്റ് സൈഡിൽ കൂടെ വണ്ടി വരാം. അപ്പൊ നമ്മൾ ഏതെങ്കിലും ഒരു സൈഡിൽ കൂടെ തന്നെ പോവാം. നമുക്കിപ്പോ റൈറ്റിലേക്ക് പോകണമെന്നുണ്ടെങ്കിൽ നമ്മൾ റൈറ്റ് സൈഡിലെ മിററിൽ നോക്കിയിട്ട് വേണം എന്ത് ചെയ്യാൻ? റൈറ്റിലേക്ക് പിടിക്കാൻ. നമ്മളിപ്പോ ഈ ലെഫ്റ്റ് സൈഡിൽ കൂടെ നമുക്ക് ലെഫ്റ്റ് ആക്കണം. റൈറ്റ് സൈഡിന്റെ സെന്ററിൽ നിൽക്കുന്നു, ലെഫ്റ്റ് ആക്കണം. നമ്മൾ ലെഫ്റ്റ് സൈഡിലെ മിററിൽ നോക്കിയിട്ട് എന്ത് ചെയ്യാവും? നിങ്ങൾ ഇങ്ങോട്ട് പിടിക്കുക. അപ്പൊ നിങ്ങൾ സെന്ററിലേക്ക് കയറുന്നു. അപ്പൊ ഒരു വണ്ടി ബാക്ക് ചെയ്ത് വരുന്നത് കണ്ടുകൊണ്ട് നിങ്ങൾ പേടിച്ച് എന്ത് ചെയ്യരുത്? ഈ സൈഡിൽ നോക്കിക്കൊണ്ട് അങ്ങോട്ട് തിരിക്കരുത്. കാരണം എന്ത് ചെയ്യും? ആ സൈഡിൽ കൂടെ വണ്ടി വരാം. അപ്പൊ നിങ്ങൾ ഇവിടെ വണ്ടി കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിക്കാതെ എന്ത് ചെയ്യണം? നിങ്ങൾ മിററിൽ നോക്കിയിട്ട് വണ്ടി ഇല്ലാത്തതിനനുസരിച്ച് എന്ത് ചെയ്യുക? ഒരു സൈഡിലോട്ടാക്കുക. അല്ല ഈ ഒരു സൈഡിലെ വണ്ടിയെ കണ്ടുകൊണ്ട് ഓപ്പോസിറ്റോടെ നിങ്ങൾ തിരിച്ചു കളയരുത്. അതുപോലെ തന്നെ നിങ്ങൾ ഈ ഫ്രണ്ടിൽ പോകുന്ന വണ്ടി എന്ത് ചെയ്യരുത്? ഇതുപോലെ ചേർത്തിട്ട് നിങ്ങൾ പിടിക്കാൻ നിൽക്കരുത്. നിങ്ങളെ മുന്നിൽ ഒരു വണ്ടിയുണ്ട്, നിങ്ങൾക്ക് ഓവർടേക്ക് ചെയ്യണം. എന്ത് ചെയ്യണം? നിങ്ങൾ ആദ്യം തന്നെ അഡ്വാൻസ് ആയിട്ട് നിങ്ങൾ മിററിൽ നോക്കണം. ബാക്കി വണ്ടി ഉണ്ടോ ഇല്ലെന്നുള്ള മിററിൽ നോക്കേണ്ടത് എന്ത് ചെയ്യണം? നിങ്ങൾ അവിടെ നിന്ന് മാറ്റി കൊടുക്കുക. എന്നാൽ മാത്രമേ എന്ത് ചെയ്യും? നമുക്ക് കൃത്യമായിട്ട് നമുക്കൊരു വണ്ടി ഓവർടേക്ക് ചെയ്ത് നമുക്ക് കൃത്യമായിട്ട് ഓടിക്കാൻ കഴിയുള്ളൂ. അതുപോലെ തന്നെ നിങ്ങൾ ഇങ്ങനെ ലെഫ്റ്റ് സൈഡിൽ കിടക്കുന്ന ഈ വണ്ടികളൊക്കെ എന്ത് ചെയ്യണം? നിങ്ങൾ ആ വണ്ടിക്കൊക്കെ നമ്മൾ ഒരു ലെഫ്റ്റ് സൈഡിൽ ഒരു വണ്ടി ഉണ്ടെന്നുണ്ടെങ്കിൽ സ്വല്പം ഗ്യാപ്പ് ഇട്ട് വേണം എന്ത് ചെയ്യാൻ? വണ്ടി ഓടിക്കാൻ. അത് ഒരുപാട് നിങ്ങൾ എന്ത് ചെയ്യരുത്? അന്നേരം ചേർത്തുകൊണ്ടിരിക്കരുത്. അല്ലാത്ത സമയത്ത് നമുക്കൊരു വണ്ടിയൊന്നും ഇല്ല, ആ സമയത്ത് എന്ത് ചെയ്യാം? നമുക്കൊന്നുകൂടെ ലെഫ്റ്റ് സൈഡ് ചേർത്ത് തന്നെ ഓടിക്കാം. അപ്പൊ ലെഫ്റ്റ് സൈഡിൽ ഒരു വണ്ടി ഉണ്ടെങ്കിൽ സ്വല്പം ഒരു ഗ്യാപ്പ് ഇട്ടേക്കണം. കാരണം അതുപോലെ തന്നെ ആൾക്കാർ നടക്കുന്ന സമയത്തും അപ്പൊ ആളിനെ ഭയങ്കര പേടിയാണ്. ഇതുപോലെ ജംഗ്ഷനിലോട്ടൊക്കെ ഇങ്ങനെ വരുന്ന സമയത്തൊക്കെ എന്താണ് ചെയ്യേണ്ടതെന്നോ, അതുപോലെ തന്നെ ഗിയർ ഉള്ള കാരണത്താൽ വണ്ടി ഓഫ് ആയി പോകുന്നുള്ള പേടിയും കാരണം നമ്മൾ ഇതുപോലൊക്കെ വരുന്ന സമയത്ത് ഒരു കാരണവശാലും എന്ത് ചെയ്യരുത്? നിങ്ങൾ പേടിച്ച് നിൽക്കരുത്. ഈ പേടിച്ച് നിൽക്കുന്നതുകൊണ്ടാണ് എന്ത് ചെയ്യുന്നത്? നമ്മളെ പേടിക്കുന്നതുകൊണ്ടാണ് എന്തെങ്കിലും നമ്മളെ പേടിപ്പിക്കുന്നത്. വണ്ടിയുടെ ക്ലച്ചും ബ്രേക്കും ആക്സിഡന്റും ഗിയറും എല്ലാം നമ്മൾ പേടിക്കുന്നതുകൊണ്ടാണ്. നമ്മൾ ഒരു കാരണവശാലും നമ്മൾ പേടിക്കേണ്ട കാര്യമില്ല. നമ്മൾ ചെയ്യേണ്ട പോലെ ചെയ്യാത്തത് കൊണ്ടാണ്. ഞാൻ പറഞ്ഞില്ലേ, നമുക്ക് ഇതിനകത്തിലെ കുറെ ട്രിക്കും ടിപ്സും ഉണ്ട്. ഈ വണ്ടി ഓടിക്കാത്ത പലർക്കും പല മിസ്റ്റേക്കുകളാണ്. ഞാനിപ്പോ ആളിന്റെ മിസ്റ്റേക്ക് പറഞ്ഞുകൊണ്ടാണ് ഞാനിപ്പോ ഇത് ലൈവായിട്ട് എടുക്കാനുള്ള കാരണം. ആളിന്റെ മിസ്റ്റേക്ക് ഞാൻ പറഞ്ഞു കൊടുത്തു. ആ ആളിന്റെ മിസ്റ്റേക്ക് മാത്രം മാറ്റിയാൽ മതി, വണ്ടി എന്ത് ചെയ്യാം? കറക്റ്റായിട്ട് ഓടിക്കുക. അല്ലാതെ നമ്മൾ വെറുതെ എന്ത് ചെയ്യരുത്? അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മുടെ മിസ്റ്റേക്കുകൾ അറിയാതെ സ്റ്റിയറിംഗ് തിരിക്കുന്ന, ക്ലച്ച് ആവട്ടെ, ബ്രേക്ക് ആവട്ടെ, സ്റ്റിയറിംഗ് തിരി, ആക്സിലേറ്റർ ആവട്ടെ എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം? വണ്ടി ഓടിക്കാൻ കഴിയത്തില്ല. അപ്പം ആൾ എന്നോട് വന്നപ്പോ കുറെ മിസ്റ്റേക്കുകൾ പറഞ്ഞു, അതാണ് ഇതാണെന്നൊക്കെ പറഞ്ഞു, എനിക്ക് വളവിന്റെ പ്രശ്നം അത് ഇതൊക്കെ പറഞ്ഞു. ഇന്ന മിസ്റ്റേക്കാണ്, ഞാൻ അത് തെളിയിക്കും എന്ന് പറഞ്ഞു. ഇപ്പൊ ഞാനിപ്പോ ഇത്രയും തിരക്കിനകത്തൂടെ ഇങ്ങനെ കാണിച്ചപ്പോൾ ഇപ്പൊ ഈ വണ്ടി ആണല്ലേ, നമ്മളിപ്പോ ലൈവായിട്ടാ പോകണം, സ്റ്റിയറിംഗ് പോലും തൊടാതെ. ആണ് ഇതിപ്പോ ഏതാ ജംഗ്ഷൻ ഏതാ? കോട്ടക്കല് ചങ്കുവട്ടി അപ്പൊ ജംഗ്ഷൻ ആണ് ഇപ്പൊ, കണ്ടില്ലേ? അപ്പൊ നമുക്ക് ഒരു കാരണവശാലും നമ്മൾ ഏത് തിരക്കിലാണെങ്കിലും എത്ര വലിയ വാഹനങ്ങൾ വരുവാണെങ്കിലും ഏത് റോഡാണെങ്കിലും നമുക്ക് എന്ത് ചെയ്യണ്ട? പേടിക്കേണ്ട കാര്യങ്ങൾ വരുന്നില്ല. നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ മാത്രം. ഇപ്പൊ നമുക്ക് റൈറ്റിലേക്കാണ് പോകേണ്ടത്, എന്നിട്ട് നമ്മൾ ഈ സൈഡ് തന്നെ ചേർക്കണം. എന്നിട്ട് നമ്മൾ ബാക്കിലെ മിററിൽ നോക്കണം. കാരണം നമ്മളെ തട്ടാൻ ചാൻസ് കൂടുതൽ അവിടുന്ന് വരുന്ന വണ്ടികളാണ്. അവിടുന്ന് വരുന്ന വണ്ടികളെ നോക്കിയിട്ട് വേണം എന്ത് ചെയ്യാൻ?
നമ്മൾ വണ്ടി എടുക്കാൻ വേണ്ടി. അവിടുന്ന് വണ്ടികൾ ഇല്ലാന്ന് ഉറപ്പ് വരുത്തിയതിനു ശേഷം എന്ത് ചെയ്യാൻ നമ്മൾ വണ്ടി എടുക്കാൻ. എന്നിട്ട് നമ്മൾ അവിടെ പാസ് ചെയ്തു, എന്നിട്ട് ഇവിടെ നോക്കണം. കാരണം ഇവിടുന്ന് വണ്ടികൾ വരും. ഇപ്പൊ ഇവിടുത്തെ വണ്ടികൾ ഇല്ലെങ്കിൽ എന്ത് ചെയ്യണം, നമുക്ക് പോകേണ്ടത് നോക്കി എന്ത് ചെയ്താൽ മതി, അങ്ങ് എടുത്താൽ മതി. അല്ലാതെ നമ്മൾ അവിടുന്ന് കയറി എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് പോകേണ്ടത് നോക്കി എടുത്ത് കഴിഞ്ഞാൽ എന്ത് ചെയ്യും, ഈ സൈഡിൽ നിന്ന് വണ്ടി വരാം. ഇപ്പൊ ഇവിടുത്തെ വണ്ടി ഇല്ലെങ്കിൽ എന്ത് ചെയ്യാം, നമുക്ക് നമ്മുടെ സൈഡിലോട്ട് നോക്കി വണ്ടി എടുക്കാം. കാരണം ഇതുപോലെ തന്നെ കൃത്യമായിട്ട് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് പേടി കൂടാതെ തന്നെ എത്ര വലിയ ജംഗ്ഷൻ ആണെങ്കിലും എന്ത് ചെയ്യാം, നമുക്ക് കറക്റ്റ് ആയിട്ട് ഒരു വണ്ടി നമ്മുടെ സൈഡിൽ തന്നെ നിർത്തി, എല്ലാ സൈഡിലും നമ്മുടെ ലെഫ്റ്റ് സൈഡാണ് സൈഡ് തന്നെ ചേർത്ത് എന്ത് ചെയ്യാം, നമുക്ക് ഇതുപോലെ വണ്ടി ഓടിക്കാം. ഇപ്പൊ ഇപ്പൊ വീഡിയോ കാണുന്ന എനിക്ക് തോന്നുന്നു ഒരു 10-60% ആൾക്കാർക്ക് ഈ ഒരു സ്ഥലങ്ങളൊക്കെ പ്രത്യേകിച്ച് അറിയാൻ തോന്നുന്നു. കോട്ടക്കൽ ജംഗ്ഷൻ എന്ന് കേൾക്കുമ്പോൾ തന്നെ അറിയാം, പലയിടത്തുനിന്ന് വണ്ടികൾ ഇങ്ങനെ പാസ് ചെയ്ത് കയറി വരുന്ന സ്ഥലങ്ങൾ, പല പല ബുദ്ധിമുട്ടാണ്, ഒരുപാട് വണ്ടികൾ വരുന്ന സ്ഥലങ്ങൾ. അപ്പൊ ഇവിടെ കറക്റ്റായിട്ട് ക്ലച്ചും ബ്രേക്കും ഉള്ള ഒരു വണ്ടി, ക്ലച്ചുള്ള വണ്ടിയല്ല, പ്രത്യേകിച്ച് ഇങ്ങനെയുള്ള വണ്ടി ഓഫ് ആയി പോകാനുള്ള ചാൻസുകളുണ്ട്. അപ്പൊ അതുകൊണ്ടാണ് ആ മിസ്റ്റേക്ക് പറഞ്ഞുകൊണ്ടാണ് ഞാൻ ഇപ്പോഴും എന്ത് ചെയ്യുന്നത്, അതും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, ആ ലൈവായിട്ട് തന്നെ ഇടുന്നത്. അല്ല ഇപ്പോഴും ഞാൻ ക്ലച്ച് ഔട്ട് ബ്രേക്ക് ഔട്ട് സ്റ്റിയറിംഗ് തിരിക്കുന്ന പറഞ്ഞുകൊണ്ട് ഇത്ര നേരമായിട്ട് ഞാൻ ഇരുന്നില്ല. അപ്പം ആ മിസ്റ്റേക്ക് പറഞ്ഞു കൊടുത്തോണ്ട് എന്ത് ചെയ്തു, ആ മിസ്റ്റേക്ക് മാത്രം മനസ്സിലാക്കി ചെയ്തുകൊണ്ട് ഇപ്പൊ നമ്മൾ എവിടെ നിന്ന് വന്ന വണ്ടിയാ, ഇപ്പൊ നമ്മള് ഒരു 2-3 കിലോമീറ്ററിന് അപ്പുറത്തുനിന്ന് വന്ന വണ്ടിയാണ്. ഇപ്പൊ വീഡിയോ ഇട്ടപ്പോ തൊട്ട ഈ 2-3 കിലോമീറ്റർ നമ്മൾ വണ്ടി ഓടിച്ചപ്പോഴും ആളിന്റെ മിസ്റ്റേക്ക് മാത്രം പറഞ്ഞു കൊടുത്തപ്പോ എന്ത് ചെയ്തു, കറക്റ്റായിട്ട് ആ വണ്ടി വന്ന് കയറി. കണ്ടാ ഇല്ലേ, ഫ്രണ്ടിൽ ഒരു വണ്ടിയുണ്ട്. നിങ്ങൾ ഒരു കാരണവശാലും എന്ത് ചെയ്തത്, കാരണവശാലും എന്ത് ചെയ്യുക, നമ്മൾ ഇങ്ങനെ എടുക്കുന്ന സമയത്ത് മിററിൽ മാത്രം നോക്കിക്കൊണ്ട് എന്ത് ചെയ്യരുത്, നിങ്ങൾ എടുക്കരുത്. കാരണം മിററിൽ മാത്രം നോക്കിക്കൊണ്ടിരുന്ന് കഴിഞ്ഞാൽ നമുക്ക് ചിലപ്പോൾ ഈ ലെഫ്റ്റ് സൈഡിൽ കിടക്കുന്ന വണ്ടി ഈ ലെഫ്റ്റ് സൈഡിൽ കിടക്കുമ്പോൾ നമ്മൾ അങ്ങോട്ട് നോക്കിക്കൊണ്ടിരുന്ന് കഴിഞ്ഞാൽ ഈ ലെഫ്റ്റ് സൈഡിലെ വണ്ടി അകത്തേക്ക് റോഡിലേക്ക് കയറി കിടക്കുമായതുകൊണ്ട് തട്ടാനുള്ള ചാൻസ് ഉണ്ട്. കാരണം നമ്മൾ നേരെ ആയിരിക്കും, നമ്മുടെ സ്റ്റിയറിംഗ് തിരിയത്തില്ല നമ്മൾ അങ്ങോട്ട് നോക്കിയിരുന്നോണ്ട്. അപ്പൊ നമ്മൾ അവിടെ നോക്കി വണ്ടി ഇല്ലെന്ന് കണ്ടു കഴിഞ്ഞാൽ നമ്മൾ മുന്നോട്ട് നോക്കേണ്ടത് ചെയ്യാം, നമ്മുടെ വണ്ടിയെ മാറ്റി കൊടുക്കുക. കാരണം ഇത് പലർക്കും പല പല മിസ്റ്റേക്കുകളാണ്. കാരണം ഒരാളുടെ മിസ്റ്റേക്ക് അല്ല വേറൊരാളുടെ മിസ്റ്റേക്ക് അല്ല വേറൊരാൾക്ക്. അതുകൊണ്ട് ഈ ട്രിക്കും ടിപ്സും നമുക്ക് മനസ്സിലാകണമെങ്കിൽ ആ ആള് ഡ്രൈവിംഗ് സീറ്റ് കയറി ഇരിക്കുമ്പോൾ ഞാൻ കറക്റ്റായിട്ട് ആളോട് കയറി ഇരിക്കുമ്പോൾ തന്നെ പറയും, ഇന്നതാണ് നിങ്ങളുടെ മിസ്റ്റേക്ക്, ഇന്ന മിസ്റ്റേക്ക് മാറിയാൽ വണ്ടി ഓടിക്കുക. അപ്പൊ അത് വണ്ടിയെ കയറി ഇരുന്ന് പറഞ്ഞാൽ മാത്രമേ അറിയത്തുള്ളൂ. അല്ലാതെ ആ ട്രിക്കും ടിപ്സ് ഞാൻ ഈ വീഡിയോയിലൂടെ പറഞ്ഞു കഴിഞ്ഞാൽ പലർക്കും പല പല മിസ്റ്റേക്കുകളായതുകൊണ്ട് നിങ്ങൾക്ക് ഓടിക്കാൻ കഴിയണമെന്നില്ല. അതുകൊണ്ടാണ് ഞാൻ ആ ട്രിക്കും ടിപ്സും പറയുന്നത്. അപ്പൊ നിങ്ങൾക്ക് ക്ലാസ്സിൽ അറ്റൻഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ, ഈ ക്ലാസ് അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വാഹനം ഓടിക്കണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വരുന്ന ദിവസങ്ങൾ തനിയെ വാഹനം ഓടിക്കാനുള്ള ട്രിക്കും ടിപ്സ് ഈ ഒരു ക്ലാസ്സിലൂടെ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. നിങ്ങൾക്ക് തനിയെ വാഹനം ഓടിക്കാനും കഴിയുന്നതാണ്. അപ്പൊ ഇതുപോലുള്ള യൂ ടേണുകൾ എടുക്കുന്ന സമയത്ത് നമുക്ക് 2 സൈഡ് അവിടെ നോക്കി ഇവിടെ നോക്കി വണ്ടി ഇല്ലെന്ന് കണ്ടെങ്കിൽ ചെയ്യാം, നമ്മൾ കറക്റ്റ് ആയിട്ട് നമ്മൾ ആളിന്റെ മിസ്റ്റേക്ക് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ ആള് തന്നെ കൃത്യമായിട്ട് തന്നെ എന്ത് ചെയ്തു, എടുത്തു വണ്ടി. അപ്പൊ അതുകൊണ്ടാണ് കൃത്യമായിട്ട് ഞാൻ ഈ ലൈവായിട്ട് തന്നെ ഇട്ടത്. കാരണം പലർക്കും തോന്നാം ഇതുപോലെ ഇത് നേരത്തെ ഓടിക്കൊണ്ടിരിക്കുന്ന ആൾക്ക് ചെറിയ മിസ്റ്റേക്കുകളെ കാണത്തുള്ളൂ, അല്ലെങ്കിൽ മിസ്റ്റേക്ക് ഇല്ലാതെ ഓടിച്ചോണ്ടിരിക്കുന്നതായിരിക്കും എന്നൊക്കെ പലർക്കും തോന്നാം. അപ്പൊ അതുകൊണ്ടാണ് ഈ ഒരു വീഡിയോ ഇങ്ങനെ ഇടാനുള്ള കാരണം.